ഒരു നാടിൻ്റെ വളർച്ചയുടെ കേന്ദ്രമായി, ഒരു ജനതയുടെ ഉയർച്ചയുടെ കേദാരമായി കറുകുറ്റി സെയിന്റ് സേവ്യർ ഫൊറോന ചർച്ച് 1829 10 വീട്ടുകാരായി തുടങ്ങിയ ഈ ദേവാലയം ഇന്ന് വിശ്വാസനിബിഡമായ ഒരു പറ്റം സമൂഹത്തെ വാർത്തെടുത്തു. കടന്നുവന്ന വിശ്വാസതീഷ്ണമായ പാതകളിൽ ത്യാഗോജ്ജലമായ മുന്നേറ്റം കൊണ്ട് ഇന്ന് കറുകുറ്റി സെന്റ് സേവ്യർ ചർച്ച് ഫൊറോനയായി വിശ്വാസ സമൂഹത്തിൻ്റെ നെറുകയിൽ ഉദിച്ചുയർന്ന് നിലകൊള്ളുന്നു. ഞാൻ കാർന്നന്മാരിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത്, കറുകുറ്റിയിൽ നിന്ന് കുറഞ്ഞ 2 ആളും, മോക്കൂനൂരിൽ നിന്ന് 2 ആളും, തൊറവൂരിൽ നിന്ന്, അതുപോലെ മറ്റുള്ള അതിൽ സ്ഥലങ്ങളിൽ നിന്ന് 2 ആൾ തന്നെയാണെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ യോഗം അന്ന് കൂടുള്ളൂ. അങ്കമാലി പള്ളിയിൽ യോഗം കൂടുമ്പോൾ ഈ പറഞ്ഞ കരപ്പുറത്തുള്ളവരെല്ലാവരും ഉണ്ടാവും. കറുകുറ്റിയിലെ പയനാടത്തൊരു വല്യപ്പൻ ഇല്ലെങ്കിൽ ചിലപ്പോൾ അന്ന് യോഗം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ യോഗങ്ങളായി അങ്കമാലി കുറേ കാലം കഴിഞ്ഞപ്പോൾ അങ്കമാലിക്കാർക്ക് തോന്നിയായി കറുകുറ്റിയിലെ വല്യപ്പൻ എത്ര വലിയ എന്ന് തോന്നി. അവിടുത്തെ കുഴിവെട്ടുകാരനെ കൊണ്ട് കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചു, ഈ മുത്തുപ്പനെ എവിടുത്തുകാരനാ, എനിക്ക് മുന്നേ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വേഗം വല്യപ്പൻ ഒന്നും പറഞ്ഞില്ല, ഇറങ്ങി അങ്ങോട്ട് പോയത് അരമനയിലേക്കാണ്. അരമനയിൽ ചെന്ന് പിതാവിനോട് പറഞ്ഞു, പിതാവെ കറുകുറ്റിക്ക് ഒരു അച്ഛനെ ഖുർആനിക്ക് അനുവദിച്ച് എന്നൊരു പള്ളി അനുവദിക്കുന്നു. പിതാവ് പറഞ്ഞു, ഒക്കെ ഷെഡ് കെട്ടാണെങ്കിൽ അടുത്ത ഞായറാഴ്ച കറുകുറ്റിൽ ഖുർആനിൽ അച്ഛനെ വിട്ടേക്കാം. അച്ഛന് വേണ്ടതായ മുറിയും അതിന് വേണ്ടതായ എല്ലാ വക സൗകര്യങ്ങളും പെടുത്തിയാൽ, എന്നിട്ട് പള്ളി പണിതാലും വെച്ചില്ല, എല്ലാ വക സൗകര്യങ്ങളും അച്ഛന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടേക്ക് ഒരു അച്ഛനെ വിട്ടേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പോന്ന് പിറ്റേ ഞായറാഴ്ച ഷെഡ് കെട്ടിയ ഷെഡിലാണ് ഈ വല്യപ്പൻ ഖുർആനുണ്ട്. അത് കഴിഞ്ഞ് പള്ളി പണിയാനായിട്ട് ഓരോ ആരംഭങ്ങൾ തുടങ്ങി. ആരംഭങ്ങൾ തുടങ്ങിയപ്പോൾ കല്ല് വെട്ടാൻ വളപ്പിന്ന് വെട്ടി നല്ല കടുപ്പമുള്ള കല്ല്, 4 കനം 12 നീളം 8 വീതിക്ക് കല്ല് വെട്ടിച്ചു. കല്ല് വെട്ടി ചെത്തുകാരൻ ചെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കല്ലിൻ്റെ മീതെ കടലാസ് വെച്ചാൽ കടലാസ് എല്ലാ സ്ഥലവും പതിയണം, അതുമാതിരി ആയിരിക്കണം ചെത്ത്. അങ്ങനെ ചെത്തി കടലാസ് വെച്ച് നോക്കി പതിപ്പിച്ച് നല്ലോണം ചെത്തി. അത് പണിയാനായിട്ട് ബ്രാലിനെ കുറെ കൊണ്ടുവന്ന് 6-7 ടാങ്ക് കെട്ടി, ടാങ്കിൽ ബ്രാലിനെ കൊണ്ടുവന്നിട്ട് ആ ബ്രാലിൻ്റെ ഞോളപ്പ് വരുമ്പോൾ അതിൽ നിന്ന് ബ്രാലിനെ കോരി അടുത്ത ടാങ്കിലേക്ക് ഇടും. അങ്ങനെ ഓരോ ടാങ്ക് മാറിയിടുമ്പോൾ എല്ലാ ടാങ്കിലെയും വെള്ളം വളർന്നാവും. ആ വെള്ളവും ഞറലടിച്ച് പിഴിഞ്ഞ നീരും കൽപ്പൊടിയുടെ പച്ച കൽപ്പൊടിയുടെ പൊടിയും കൂടി കൂട്ടി ചക്കിൽ കാള കൂട്ടി ആട്ടി, ആ ആട്ടി കിട്ടിയ അരച്ചോണാക്കി എടുത്തേച്ചും അതാണ് കല്ലുമ്മ തേച്ച് കല്ല് പണി തുടങ്ങിയത്. അങ്ങനെ 1829 പള്ളി ഇവിടെ പണിത് പൂർത്തിയായി. പിന്നെ രണ്ടാമത് 1995 ഇപ്പോൾ പള്ളി പൊളിച്ചു പണിതത്. ആ പൊളിച്ചു പണിയുന്ന പള്ളി പണിത് കഴിഞ്ഞിട്ട് അങ്കമാലി പോയി കുറച്ച് പേരോടി പോയിന്ന് അങ്കമാലി പള്ളിയിലെ മണി അഴിച്ച് അവിടെ നിന്ന് കൊണ്ടുപോന്നു. ആ അങ്കമാലി അതിർത്തി കഴിഞ്ഞ് മംഗലാത്താഴം കഴിഞ്ഞപ്പോൾ മണിയോട് അടിച്ചു പോന്നവർ. അടിച്ചു പോന്നു കഴിഞ്ഞപ്പോൾ അങ്കമാലിക്കാർ ചെന്ന് നോക്കിയപ്പോൾ അങ്കമാലിൻ്റെ മണിയില്ല. ഈ മണിസ്വരം കിട്ടി ഓടിച്ചെന്ന് നോക്കിയപ്പോൾ അങ്കമാലിക്കാരെല്ലാവരും കേട്ടവർ ഓടി വന്നതുണ്ടെന്ന് മണി ഏറ്റുകൊണ്ട് പോകണവർക്ക് മനസ്സിലായിപ്പോൾ ഇവിടെ ഒരു തോട് ഒഴുകുന്ന തോടിൻ്റെ മണിയും കുഴി കല്ലും കുഴികളും കിടങ്ങുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒളിച്ചു വെച്ചുകൊണ്ട് ഇവർ മാറി. അതിനെയാണ് ഇപ്പം മണിയൻകുടി എന്ന് പറയുന്നതിൻ്റെ കാരണം. ആ മണി ഒളിച്ചു വെച്ച അന്ന് മുതലാണ് ആ സെൻറ്റർ മണിയൻകുടി എന്ന് പറയുന്നത്. ആ മണി വന്നിട്ട് അവർ പള്ളിയിലൊക്കെ ചെന്നിട്ട് കാണണ്ടായിപ്പോൾ അവർ പിതാവിനെ അറിയിച്ചു. പിതാവ് പറഞ്ഞു, മണി അങ്കമാലിലെത്തിക്കണം, അങ്കമാലിലെ ചെറിയ മണി കൊണ്ടുവന്നോളാൻ പറഞ്ഞു. അങ്ങനെ അങ്കമാലിലെ ചെറിയ മണി കൊണ്ടുവന്ന് ഈ മണി അങ്ങോട്ട് എത്തിച്ച് ചെറിയ മണിയും കൊണ്ടുവന്നു. ഇവിടെ പണി വേറെ വാർത്തപ്പോൾ അത് എടക്കുന്നിക്കുണ്ട്. എടക്കുന്നിൽ നിന്ന് ഏഴാറ്റമ്പത്തി പോയി. ഇപ്പോൾ ഏഴാറ്റമ്പത്ത് മുന്നറപ്പള്ളി പള്ളിയിൽ ഉണ്ട് ആ മണി. ഈശോയെ, ഞങ്ങൾക്ക് സ്വർഗത്തിൽ അനുവദിക്കപ്പെട്ട സമയം തീരാറായി. അവസാനമായി ഒരു പ്രോഗ്രാം കൂടിയുണ്ട്. ഞങ്ങളുടെ ഇടവകയിലെ കുറച്ച് കലാകാരികൾ ചേർന്ന് അവതരിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പ് ഡാൻസ്. ഈശോയെ ഭൂമിയിലേക്ക് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു നല്ല പാട്ട് വെച്ചാ എല്ലാവരും ഡാൻസ് കളിക്കുന്നത്.
പ്രണാമം സ്വരൂപ മഹാത്മചിദാനന്ദരൂപ നമോസ്തുതേ തമസിൻ കൃതാന്ത കരുണി പ്രകാശ പ്രഭോ ആദിയില്ലാതാമിനെ മെനഞ്ഞെടുത്തീശ്വരൻ കർത്തനിൻ ഛായയിൽ കനിവാർന്നേവം ആദാമുണർന്നു ഏദനിൽ ആദിനാദം അനാദിനാദം ഓങ്കാരം നാദമായി പദചലനമായി പാവരാഗ താളലാസ്യമായി വിടരും നടന ചാരുതേ സഗമ പമഗമ മമഗമഗ സഗ സനീസ മാപനി സാനി ബനി സനി സാനി ബനി മമ മമഗമഗ സ സഗഗ മമ പമഗമ മമ മമഗമഗ സഗ സ മമ പനി നി സാനി ബനി സനി സനി സാനി ബനി ബനി മഗമ ബനി സ മമനി സഗ പനി സഗമ Bani 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 Mama mama ni mama 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 ni mama Niza niza gaza niza 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 gaza niza bani 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 Mama mama ni mama 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 ni mama Saza mama gaga saza niza ni mama mama saza ni mama mama Saza mama gaga gaga niza ni mama tiga sa tiga mama ni ma pada ni sa ni gaza ni mama sa ൊമ്പരം മാറ്റുവാനാദത്തിൻ മേലിതുണച്ചൊരാഹൗവയെന്നാലവൻ പാവരാഗ താളമേളത്തിൽ മന്ദാര പുഷ്പമായി വിരിഞ്ഞു നിന്നേതനിൽ വിളങ്ങി നിന്നു പുന്നാരപ്പൂങ്കുയിൽ ഭാവുകമായി സപ്തസ്വരങ്ങളിൽ സ്വരജതി പാടി നവരസഭാവത്തിൽ മാറി നടന്നവർ അത് കണ്ടു നക്ഷത്രം കണ്ണടച്ചു മംഗല്യത്തേരേറി വരുന്നിടപ്രാവുകൾ പഞ്ചഭൂതങ്ങളെ വഴിയൊരുക്കു അതുകൊണ്ട് കോപിച്ചു സാത്താൻ നിനയ്ക്കുന്നു ഇവരെ തകർക്കും ഞാൻ കട്ടായം ഔവയെ വീഴ്ത്താൻ സർപ്പരൂപത്തിൽ ആഞ്ഞു വരുന്നവൻ ശിൽക്കാരം ഉദ്യാന മധ്യത്തിൽ വൃത്തം നടക്കുമിടെ പല നിറഞ്ഞേകുന്നു ഔവയ്ക്കാൻ പാടില്ല ഈ പഴം തിന്നുവാൻ തിന്നാൽ മരിക്കുമെന്നാദിസ്വരം മറന്നു കൽപ്പന ലംഘിച്ചു സർപ്പവിശ്വാസത്താൽ അരുതാത്തത് തിന്നവർ ആദിപാപം ആദവും കരുതിന്നു ആവോളും കരുതിന്നു പാപം പിറക്കുന്നു മണ്ണിലാതിന്നു ഭയമോടെ അവരവർക്ക് പോയി ദൈവ കൽപ്പന ചങ്കുനീറവെ ഓടി ഒളിച്ചു ദൈവം ഒരു
ഒരുക്കിയ സമ്പത്ത് കൈപിടിഞ്ഞവനാ കഷ്ടം. ആദം ഉയർത്തുന്നു, ദൈവം ഇറക്കുന്നു. ആദം ആദം നീ എവിടെ? നോക്കാനാകാതെ തലതിരിച്ചു കരയുന്നാദം ആദിനരൻ. ക്രോധമാണവരെ ശിക്ഷിക്കുന്നു, സാത്താനെയും ബന്ധിച്ചു. ഹൗവയെ വഞ്ചിച്ചൊരു സാത്താനപ്പോൾ ശാപത്താൽ ബന്ധിതൻ നിന്നും മണ്ണിൽ. അന്ത്യം വരെ ഈ മണ്ണിൽ തൊഴിൽ ചെയ്തേവം പശിയകറ്റിയിടുകയെന്നും ജനമേ. കാലം കഴിഞ്ഞപ്പോൾ രക്ഷകൻ ഭൂമിയിൽ വന്നു പിറന്നല്ല പുൽത്തൊഴുത്തിൽ. പാപങ്ങൾ പോക്കുവൻ വെണ്ണിന്റെ നാഥന രക്ഷകൻ യേശുഭൂതനായി. ആദമൻ പാപമകറ്റുവൻ മണ്ണിന്റെ ശാപമകറ്റുവൻ രക്ഷകനായി. വാനത്തു വന്നുദിച്ച താരകത്തെ നോക്കി രാജാക്കൾ 3 പേരും എത്തി പുൽത്തൊഴുത്തിൽ. തന്നാരേ ദാന ദാന തന്നാരേ, തന്നാരേ ദാന ദാന തന്നാരേ, തന്നാരേ ദാന ദാന തന്നാരേ, തന്നാരേ ദാന ദാന തന്നാരേ. ഇടയന്മ വന്നെത്തി ഇടയ നൃത്തം. സവിനയം ഹല്ലേലൂയ 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 ഹല്ലേലൂയ. താരകരാജ്യത്തെ രാജാവേ നീ നീടാൾ വാഴുക. അടിയങ്ങൾക്ക് ഇനി തമ്പ്രാനെന്നും നീയല്ലോ. മേലെ കുന്നിൻ മേലെ രാജാവായവനെത്തുന്നേ. ഓശാന പാടുന്നു, ഓശാന തെരുവിലിതാ. ഒലിവിലകൾ താളം തുള്ളി ജനമൊന്നായി കൈകൾ വീശി വഴി നീളെ തുണി വിരിച്ചു വന്നു വാഴ്ക ദൈവപുത്ര. 30 വെള്ളിക്കാശിനൊറ്റിയുത ഗത്സമൻ തോട്ടത്തിൽ ചുംബനമേകി. മറന്നു അവനും ദൈവസത്യം, മറന്നു മാനവധർമ്മം, മറഞ്ഞു സത്യം. ഇന്നും മനുഷ്യബന്ധങ്ങൾ തമ്മിൽ അംഗം വെട്ടുന്നു. സ്വന്തം സോദരം തമ്മിൽ തമ്മിൽ വെട്ടി നുറുക്കുന്നു. ചിത്രങ്ങൾ അകലുന്നു, ശത്രുക്കൾ പെരുകുന്നു. ഗുരുവെ കൊല്ലുന്നു, ലോകമാകെ കരയുന്നു. ഗാഗുൽത്താമലയിൽ യേശുവെ തൂക്കിലേറ്റുന്നു. അത് ഭൂകമ്പമാ ഉരുൾപൊട്ടലായി കൊടുങ്കാറ്റായി പ്രളയമായി മാറുന്നു. കാത്തിനൂത്ത മനുഷ്യ, ഇത് ദൈവം തരുന്നൊരു താക്കീത്. സത്യമേവ ജയതേ, ധർമ്മമേവ ജയതേ, ക്രിസ്തുദേവ ജയതേ. കറുകുറ്റി ഇടവകയിലെ ഏകദേശം 75ഓളം വരുന്ന യുവതി യുവാക്കൾ
KCYM സംഘടനയിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്നു. വികാരി അച്ഛൻ്റെയും കൊച്ചച്ഛൻ്റെയും നേതൃത്വത്തിലാണ് KCYM സംഘടനയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് നേതൃത്വം നൽകുവാനായിട്ട് 2 സിസ്റ്റേഴ്സും അതോടൊപ്പം തന്നെ ഒരു ബ്രദറും ഞങ്ങൾക്കുണ്ട്. രാവിലത്തെ കുർബാനയ്ക്ക് ശേഷം പള്ളിയങ്കണത്തിൽ ഒരുമിച്ച് കൂടി ചെറിയൊരു പ്രാർത്ഥനയ്ക്ക് ശേഷം പാരിഷ് ഹാളിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നു. സമകാലീന പ്രസക്തിയുള്ള വിഷയങ്ങളുടെ ചർച്ചയാണ് അവിടെ നടക്കുക. ഈ ചർച്ച ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ സമൂഹത്തിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് ഞങ്ങൾക്ക് സഹായകമായിട്ടുണ്ട്. മാസത്തിൻ്റെ ആദ്യ ഞായറാഴ്ച സംഘടനാംഗങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഒരുമിച്ച് കൂടുകയും അവരോടൊപ്പം പ്രാർത്ഥിക്കുകയും അവരുമായി ചർച്ചകളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. ഇത് അവരുടെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം കൂട്ടിയുറപ്പിക്കുവാനും അവരെ മനസ്സിലാക്കുവാനുമുള്ള സാഹചര്യം ഞങ്ങൾക്കുണ്ടാക്കി തരുന്നു. അതോടൊപ്പം തന്നെ മൂന്നാമത്തെ ഞായറാഴ്ച KCYM സംഘടനയാണ് കുർബാനയ്ക്ക് നേതൃത്വം നൽകുക. അന്നേ ദിവസം തന്നെ ഏതെങ്കിലും ഒരു അഗതി മന്ദിരം സന്ദർശിച്ച് അവരോടൊപ്പം ചെലവഴിക്കുവാനായിട്ട് ഞങ്ങൾ സമയം ചെലവഴിക്കാറുണ്ട്. എനിക്ക് വളരെ വളരെ സന്തോഷമായി. എൻ്റെ മനസ്സ് നിറഞ്ഞു. സ്വർഗത്തിൽ ഞങ്ങൾക്ക് നൽകിയ സ്വീകരണത്തിനും സുന്ദരമായ അനുഭവത്തിനും ഈശോയ്ക്കും എല്ലാ സ്വർഗനിവാസികൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. റോസമോൾ എന്തിനാ കരയുന്നേ? ഞങ്ങൾക്ക് ഈശോയെ പിരിയാൻ സങ്കടാ. ഈശോയ്ക്ക് പുന്നാരുമ്മ. ഈശോയെ ഒത്തിരി ഒത്തിരി നന്ദി. നിങ്ങൾക്കെല്ലാവർക്കും ലോകം മുഴുവനിലും ഞാൻ എൻ്റെ കരുണയും വാത്സല്യവും കൃപയും ചൊരിയുന്നു. സ്വർഗതീർത്ഥാടനം കഴിഞ്ഞ് മംഗളകരമായി തിരിച്ചെത്തിയ അന്ന, ട്രീസ, ആൻമരിയ, റോസ, ആഗ്നസ്, ക്ലാര എന്നിവർക്ക് ഊഷ്മളമായ സ്വീകരണം. മക്കളെ, സ്വർഗത്തിൽ നിങ്ങൾ കണ്ട കാഴ്ചകളും അനുഭവങ്ങളും എന്തൊക്കെയാണ്? ഞങ്ങൾക്കറിയാൻ ധൃതിയായി. സ്വർഗം എന്നത് പറഞ്ഞറിയിക്കേണ്ട ഒരു വികാരമല്ല, അനുഭവിച്ചറിയേണ്ട അനുഭൂതിയാണ്. അതിനുവേണ്ടി സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കണം. തന്നെ പോലെ തന്നെ മറ്റുള്ളവരെയും സ്നേഹിക്കുക. അങ്ങനെയെങ്കിൽ തീർച്ചയായും നമ്മൾ എത്തിച്ചേരുന്നത് സ്വർഗത്തിലായിരിക്കും. എല്ലാവരും സ്വർഗത്തിൽ പോകണം. എല്ലാറ്റിനും ഉപരി ദൈവത്തെ സ്നേഹിക്കുക.